നിങ്ങൾ മുന്നേ വൈറലായിട്ടുള്ള ബനാന മിൽക്ക് ടോസ്റ്റിന് റെസിപ്പി കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. പഠിത്തമൊന്നുമല്ല, കുറച്ചധികം മുൻപാണ്. പക്ഷേ നമുക്ക് ട്രൈ ആക്കി നോക്കാൻ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. ഇപ്പം പിന്നെ മനസ്സിൽ വിചാരിച്ചാൽ പോലും അത് ഫോണിൽ കാണുന്നതാണല്ലോ. അങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഫോണിലും തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ റെസിപ്പി വീണ്ടും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. പിന്നെ ഒട്ടും താമസിച്ചില്ല. കുറച്ച് പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ആയാലും മതി കേട്ടോ. പിന്നെ നമ്മളൊരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബനാന ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ടൊന്ന് സെറ്റാക്കി വെച്ചെടുക്കുക. പിന്നെ അതൊന്ന് സ്മാഷ് ചെയ്യുക. അതാ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കിയാൽ മതി. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു ബ്രെഡും കൂടി അങ്ങ് വെച്ചെടുത്തിട്ട് വീണ്ടും റിപ്പീറ്റേഷൻ ചെയ്യാം. കഴിഞ്ഞോ? ഇല്ല, നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ബ്രെഡും കൂടി വെച്ചിട്ട് സംഭവം ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുക. ഈ ഒരു ബട്ടർ മെൽറ്റായി വരുമ്പോൾ നമ്മൾ ആ ഒരു ബ്രെഡ് ഇതിലേക്ക് ഇട്ടിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞ് പോവാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാലില്ലേ, അത് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്നായിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒഴിച്ചെടുക്കണ്ട. ആദ്യം കുറച്ച് ഒഴിക്കുക, അതൊന്ന് വറ്റി വരുമ്പോൾ ബാക്കിയുള്ള കുറച്ചുകൂടി വയ്ക്കുക. പിന്നെ വറ്റി വരുമ്പോൾ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് സംഭവം ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. മക്കളെ, അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ.